ഹലോ എവരി വൺ. ഇന്ന് ഡിസംബർ 10-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: ഇന്ത്യ ആൻഡ് നോർവേ ഫോർജ് ഡീപ്പർ എക്കണോമിക് പാർട്ട്ണർഷിപ്സ് ടാക്ലിംഗ് ബിസിനസ് കൊളാബറേഷൻ ചലഞ്ചസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. India-Norway Business Forum was held in Mumbai, organized by the Confederation of Indian Industry in collaboration with the Department of Promotion of Industry and Internal Trade, Ministry of Commerce and Industry, Government of India. അപ്പോൾ ഇന്ത്യ ബിസിനസ് ഫോറം നടന്നു. മുംബൈയിൽ വെച്ചിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആണ് അത് ഓർഗനൈസ് ചെയ്തത്. അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഫോറം നടത്തിയത്. പിന്നെ പറയുന്നത്, ദ ഫോറം ബ്രോട്ട് ടുഗദർ പോളിസി മേക്കേഴ്സ്, ഇൻഡസ്ട്രി ലീഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ഡിസ്കസ് അവന്യൂസ് ഫോർ deepening India-Norway trade and investment ties across priority sectors. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്നത്. ഈ ഫോറത്തിലൂടെ ബ്രോഡ് ടുഗദർ പോളിസി മേക്കേഴ്സിനെ അതേപോലെ ഇൻഡസ്ട്രി ലീഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ ഒന്നിച്ച് കൊണ്ടുവരണ്ടായി. അതായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് അവന്യൂസ് ഫോർ ഡീപ്പനിങ് ഇന്ത്യ-നോർവേ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈസ് ഒക്കെ ഒന്ന് ഡീപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രയോറിറ്റി സെക്ടേഴ്സിനൊക്കെ ഇൻഫ്ലുവൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളാബറേഷൻ ഈ ഒരു ഫോറം നടത്തിയത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ അസോസിയേഷൻ വിത്ത് INSOL ഇന്ത്യ ഓർഗനൈസസ് ഇൻ്റർനാഷണൽ കോൺക്ലേവ് 2024. അപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ അസോസിയേഷൻ വിത്ത് INSOL ഇന്ത്യ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് ഇൻ്റർനാഷണൽ കോൺക്ലേവ് 2024. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ അസോസിയേഷൻ വിത്ത് INSOL ഇന്ത്യ ഓർഗനൈസ്ഡ് ആൻ ഇൻ്റർനാഷണൽ കോൺക്ലേവ് ഫോക്കസിംഗ് ഓൺ ഇൻസോൾവൻസി റെസൊല്യൂഷൻ, എവല്യൂഷൻ ആൻഡ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. The event brought together distinguished experts and practitioners from across jurisdictions to share insights and experiences in insolvency resolution. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ അസോസിയേഷൻ വിത്ത് INSOL ആയിട്ട് ഇൻസോൾ ഇന്ത്യ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസ് ചെയ്തു ഇൻ്റർനാഷണൽ കോൺക്ലേവ് 2024. ഇൻസോൾ ഇന്ത്യ ഓർഗനൈസ് ചെയ്തു ഇൻ്റർനാഷണൽ കോൺക്ലേവ് 2024. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഈ സെഷൻ ചെയർമാൻ മിസ്റ്റർ സുമന്ത് ബത്രയാണ്, പ്രസിഡന്റ് ഓഫ് ഇൻസോൾവൻസി ലോ അക്കാഡമി. The second panel discussion was on the theme. അപ്പോൾ ഈ സെക്കൻഡ് പാനൽ ഡിസ്കഷൻ, ഫസ്റ്റ് പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്ന തീം ഇഷ്യൂസ്, റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ന്യൂ ട്രെൻഡ്സ് ഇൻ റീസ്ട്രക്ചറിങ് ആൻഡ് ഇൻസോൾവൻസി അക്രോസ് ജൂറിസ്ഡിക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ സെക്കൻഡ് പാനൽ ഡിസ്കഷൻ ഉണ്ടായത് ജഡ്ജ്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ്, അസറ്റ് റിക്കവറി ആൻഡ് പേഴ്സണൽ ഗ്യാരണ്ടീസ് എന്നുള്ള ഇതിലാണ് അതിൻ്റെ തീം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ ജസ്റ്റ് എ സെക്കൻഡ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആണ് രവി മിറ്റൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. കമാൻഡേഴ്സ് കോൺഫറൻസ് 2024 വെസ്റ്റേൺ എയർ കമാൻഡ്. അപ്പോൾ കമാൻഡേഴ്സ് എയർ കോൺഫറൻസ് 2024 നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. എ 2-day കമാൻഡേഴ്സ് കോൺഫറൻസ് ഓഫ് വെസ്റ്റേൺ എയർ കമാൻഡ് ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ് വാസ് ഹെൽഡ് ഓൺ 6th and 7th December 2024 at New Delhi with Air Chief Marshal AP Singh, Chief of the Air Staff, as a chief guest. He was received by Air Marshal PM Sinha, Air Officer Commanding in Chief WAC Western Air Command, and was presented with a ceremonial guard of honor on his arrival. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പർപ്പസിന് വായിച്ച് നോക്കാം. അപ്പോൾ കമാൻഡേഴ്സ് കോൺഫറൻസ് 2024 വെസ്റ്റേൺ എയർ കമാൻഡ് അതിൻ്റെ കമാൻഡിങ് ഇൻ ചീഫ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ കോൺഫറൻസ് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നടന്ന തീയതി 6th and 7th December ആണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ജിതിൻ പ്രസാദ ടു ഇനോഗ്രേറ്റ് 4th edition of India Internet Governance Forum in Delhi.
അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ജിതിൻ പ്രസാദ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് 4th എഡിഷൻ ഓഫ് ഇന്ത്യ ഇൻ്റർനെറ്റ് ഗവർണൻസ് ഫോറം. ഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ജിതിൻ പ്രസാദ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ഇന്ത്യ ഇൻ്റർനെറ്റ് ഗവർണൻസ് ഫോറം will be held 2024 will be held on December 9 to 10 2024 at the Bharat Mandapam Convention Center, Pragati Maidan, New Delhi, supported by the Ministry of Electronics and Information Technology and the National Internet Exchange of India. അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ജിതിൻ പ്രസാദ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് 4th എഡിഷൻ ഓഫ് ഇന്ത്യ ഇൻ്റർനെറ്റ് ഗവർണൻസ് ഫോറം ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. HSL ഷൈൻസ് അറ്റ് 3rd PSU ട്രാൻസ്ഫോർമേഷൻ അവാർഡ്സ് 2024. Hindustan Shipyard Limited has been honored with 2 prestigious awards at the 3rd PSU Transformation Awards 2024 ceremony held at Shangri-La, New Delhi on December 5. The awards spotlight HSL's commitment, Hindustan Shipyard Limited's commitment to innovation and excellence in the shipbuilding industry. അപ്പോൾ HSL റിസീവ്ഡ് റെക്കഗ്നിഷൻ ഇൻ 2 കാറ്റഗറീസിലാണ് റെക്കഗ്നിഷൻ കിട്ടിയത്. ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അവാർഡ് ഫോർ ഇറ്റ്സ് പയനിയറിംഗ് ഫെൻഡർ അറേഞ്ച്മെൻറ്റ് ഇൻ ടഗ്സ് ആൻഡ് ഫോർ സബ്മറൈൻസ്. ദിസ് അക്കോളേറ്റ് വാസ് അക്സെപ്റ്റഡ് ബൈ ശരത് ചന്ദ്രയ്ക്കാണ് അത് കിട്ടിയത്. പിന്നത്തെ അവാർഡ് ടെക്നോളജി അഡോപ്ഷൻ അവാർഡ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് ഇന്നോവേറ്റീവ് മെത്തേഡ് ഓഫ് ഇൻസ്റ്റാളിംഗ് റീട്രാക്റ്റബിൾ ത്രസ്റ്റേഴ്സ് ഇൻ ഡൈവിംഗ് സപ്പോർട്ട് വെഹിക്കിൾസ്. Tirupati Naik, Senior Manager of Engineering, received the award on behalf of HSL. അത് കിട്ടിയത് തിരുപത് നായക്കിനാണ്. ഈ 2 അവാർഡ്സ്, അതായത് ഫസ്റ്റ് അവാർഡ് ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അവാർഡും ടെക്നോളജി അഡോപ്ഷൻ അവാർഡും. അപ്പോൾ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അവാർഡ് കിട്ടിയത് ശരത് ചന്ദ്രയ്ക്കാണ്. ടെക്നോളജി അഡോപ്ഷൻ അവാർഡ് കിട്ടിയത് തിരുപത് നായക്കിനാണ്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ എമർജസ് ആസ് ദ ടോപ്പ് ഗ്ലോബൽ ടാർഗറ്റ് ഫോർ മൊബൈൽ മാൽവെയർ അറ്റാക്സ് റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ടോപ്പ് ഗ്ലോബൽ ടാർഗറ്റ് ആയിരിക്കുകയാണ് ഫോർ മൊബൈൽ മാൽവെയർ അറ്റാക്സിൻ്റെ കാര്യത്തിൽ. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇന്ത്യയാണ്. ഗ്ലോബൽ ആസ് എ ടോപ്പ് ഗ്ലോബൽ ടാർഗറ്റായിട്ട് ഇന്ത്യയാണ് ഇപ്പോൾ റിപ്പോർട്ട് പ്രകാരം അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇന്ത്യ ഹാസ് എമർജ്ഡ് ആസ് ദ മോസ്റ്റ് ടാർഗറ്റഡ് നേഷൻ ഫോർ മൊബൈൽ മാൽവെയർ അറ്റാക്സ്, സർപ്പാസിംഗ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കാനഡ അക്കോർഡിംഗ് ടു ദ സ്കെയിലർ ത്രെഡ് ലാബ്സ് 2024 മൊബൈൽ IoT ആൻഡ് OT ത്രെഡ് റിപ്പോർട്ട് റിലീസ്ഡ്. അപ്പോൾ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് അറിയാൻ സാധിച്ചത്. ഇന്ത്യയാണ് ടോപ്പ് ഗ്ലോബൽ ടാർഗറ്റ് ഫോർ മൊബൈൽ മാൽവെയർ അറ്റാക്സ് ആയിട്ട് എമർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സർപ്പാസ് ചെയ്തിരിക്കുന്നത് കാനഡയും ഇന്ത്യ സർപ്പാസ് ചെയ്തു, എന്നിട്ടാണ് ടോപ്പായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ജോൺ Dramani Mahama returning as Ghana president on pledge to mend economy. അപ്പോൾ ജോൺ ദ്രാമാനി മഹാമ റിട്ടേൺ ചെയ്യാണ് ആസ് ഗാന പ്രസിഡൻ്റ് ആയിട്ട് ഓൺ പ്ലെഡ്ജ് ടു മെൻഡ് എക്കണോമി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആൻഡ് ഫോർമർ ഗാനാനിയൻ President John Dramani Mahama, who is returning as Ghana's president 8 years after losing power, achieved his political comeback on a promise to mend the West African country's economy. അപ്പോൾ അതിൻ്റെ ഇതാണ് ഇത്രേ ഉള്ളൂ അതിൽ. അപ്പോൾ ദ്രാമാനി, അതായത് ജോൺ ദ്രാമാനി മഹാമയാണ് ഇപ്പോൾ ഗാനയുടെ പ്രസിഡൻ്റായിട്ട് എലക്റ്റ് ആയിട്ടുള്ളത് 8 years ആഫ്റ്റർ ലൂസിങ് പവർ. 8 കൊല്ലം മുമ്പ് പവർ ലൂസ് ചെയ്തു, എന്നിട്ട് ഇപ്പോഴത്തെ ഇലക്ഷനിൽ ജയിച്ചിട്ട് പ്രസിഡൻ്റ് ആയിരിക്കുകയാണ്. ഇനി പറഞ്ഞിട്ടുള്ളത്, പ്ലെഡ്ജ് ചെയ്തിട്ടുള്ളത് എക്കണോമി, അതായത് ഗാനയുടെ എക്കണോമിയെ, അത് വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയുടെ എക്കണോമിയെ അത് തീർച്ചയായിട്ടും മെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നന്നാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നത് ദ എൽഡസ്റ്റ് സൺ ഓഫ് എ വെൽത്തി റൈസ് ട്രേഡർ ടേൺഡ് പൊളിറ്റീഷ്യൻ മഹാമ. അപ്പോൾ അത് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്ക് വായിക്കാം.
often after sudden death of President John Atta Mills, whom Mahama served as vice president. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വാർത്താന സെക്യൂർസ് $15 million ഫണ്ടിങ് ടു റെവല്യൂഷനൈസ് അഫോർഡബിൾ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ വാർത്താന $15 million ഫണ്ടിങ് ആണ് സെക്യൂർ ചെയ്തിട്ടുള്ളത് ടു റെവല്യൂഷനൈസ് അഫോർഡബിൾ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. എന്താ പറയുക, റെവല്യൂഷനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാർത്താന $15 million ഫണ്ടിങ് സെക്യൂർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. വാർത്താന, എ പയനിയറിംഗ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി കമ്മിറ്റഡ് ടു എൻഹാൻസിംഗ് അഫോർഡബിൾ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഹാസ് സക്സസ്ഫുള്ളി raised $15 million rupees 120 crores from a Blue Orchard microfinance fund managed by Blue Orchard, a global impact investor. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം, ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. കാനറ ബാങ്ക് ഹോസ്റ്റ്സ് നേഷൻ വൈഡ് MSME ക്ലസ്റ്റർ പ്രോഗ്രാം മൊബിലൈസസ് ഓവർ 6,200 crore rupees in loans. അപ്പോൾ കാനറ ബാങ്ക് നേഷൻ വൈഡ് MSME ക്ലസ്റ്റർ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തു. മൊബിലൈസ് ഓവർ 6,200 crore ആണ് ടോട്ടലായിട്ട് ലോൺസിൽ മൊബിലൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. International Day of Commemoration and Dignity of Victims of the Crime of Genocide. 9th December ആണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കൊമമറേഷൻ ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ വിക്ടിംസ് ഓഫ് ക്രൈം ഓഫ് ജെനോസൈഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 9th December ആണ്. അപ്പോൾ എല്ലാ വർഷവും 9th December ആണ് ഇൻ്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ലോഞ്ചസ് LIC's ഭീമാ ശക്തി യോജന. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഭീമാ ശക്തി, LICയുടെ ഭീമാ ശക്തി യോജന ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ലോഞ്ച്ഡ് ദ ഭീമാ സഖി യോജന ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇൻ ലൈൻ വിത്ത് ഹിസ് കമ്മിറ്റ്മെൻറ്റ് ടു വിമൻ എംപവർമെൻറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ പാനിപ്പറ്റ്, ഹരിയാന. അപ്പോൾ പാനിപ്പറ്റ് ഹരിയാനയിൽ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഭീമാ സഖി യോജന എന്ന് പറയുന്നൊരു പോളിസിയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ യോജന അതിൻ്റെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC ആണത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻ ലൈൻ വിത്ത് ദിസ് കമ്മിറ്റ്മെൻറ്റ് ടു വിമൻ എംപവർമെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അത് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയുക LICയുടെ ഭീമാ സഖി യോജന പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ദ ഭീമാ സഖി യോജന ഇനീഷ്യേറ്റീവ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഈസ് ഡിസൈൻ ടു എംപവർ വിമൻ ഏജ്ഡ് 18 to 70 years ഹു ആർ 10th പാസ്. അപ്പോൾ 10th ക്ലാസ് പാസ്സായ എല്ലാവർക്കും 18 to 70 yearsൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും അത് ബെനിഫിറ്റ് ചെയ്യുമെന്നാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ദേ വിൽ റിസീവ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് സ്റ്റൈപ്പൻഡ് ഫോർ ഫസ്റ്റ് 3 years ടു പ്രൊമോട്ട് ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഇൻഷുറൻസ് അവയർനെസ്. അപ്പോൾ ഈ പ്രോഗ്രാം പ്രകാരം ഒരു സ്റ്റൈപ്പൻഡ് ഫസ്റ്റ് 3 years കിട്ടും ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഇൻഷുറൻസ് അവയർനെസ് പ്രൊവൈഡ് ചെയ്താൽ. ആഫ്റ്റർ ട്രെയിനിങ് ദേ ക്യാൻ സെർവ് ആസ് LIC ഏജൻറ്റ്സ് ആൻഡ് ഗ്രാജുവേറ്റ് ഭീമാ സഖീസ് would have the opportunity to qualify for being considered as development officer roles in LIC. അപ്പോൾ ഇത് ജോലി പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കീമാണ്, അതായത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പോളിസി അല്ല, ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചത്. ആഫ്റ്റർ ട്രെയിനിങ്ങിന് ശേഷം ദേ ക്യാൻ സെർവ് ആസ് LIC ഏജൻ്റായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഭീമാ സഖീസ് ഇതിൽ ട്രെയിനിങ് കിട്ടിയവർ would have the opportunity to qualify for being considered for development officer roles. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫീസർ റോൾസിലേക്കും അവരെ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡെവലപ്മെൻറ്റ് ഓഫീസർ ഓഫ് LIC ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ദ മെയിൻ ക്യാമ്പസ് ഓഫ് മഹാറാണ പ്രതാപ് ഹോർട്ടിക്കൾച്ചറൽ യൂണിവേഴ്സിറ്റി, കർണൽ ആൻഡ് 6 regional research centers spread over 495 acres will be established at a cost of over 700 crore rupees. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇൻഫർമേഷൻ പർപ്പസിനാണ്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.